ഉണ്ട്. ഇത് എൻ്റെ കറക്റ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇതുണ്ടോ നമുക്ക് കിട്ടിയതാ കേട്ടോ. 5,600 അല്ലേ ചേട്ടാ? 5,600 ഉണ്ട് കേട്ടോ തൂക്കം. രോഹുവാ, നല്ല സൈസാട്ടോ. ഇതുണ്ടോ നമ്മുടെ ഗണ്ണിൻ്റെ ഡാർട്ട് വെച്ച് അടിച്ചു. അവൻ്റെ മുഖം കുഴിഞ്ഞ് അടിച്ച് പറഞ്ഞു പോയി. ഇപ്പുറത്ത് വന്നായിരുന്നു, ഞാൻ സ്ലിംഗ് ഷോട്ട് വെച്ച് കൊടുത്തു. പക്ഷേ സ്ലിംഗ് ഷോട്ട് വെച്ചൊരു 3-4 അടി കൊടുത്തുണ്ടോ. എൻ്റെ ചെതുമ്പിൽ പറഞ്ഞ് വന്നല്ലാത്ത സാധനത്തെ കയറിയില്ല. തല കൂട്ടി കൊടുത്തപ്പോൾ കയറിയത്. നല്ല സൈസാട്ടോ, ഹെവി സാധനം ഇത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണു. വെൽക്കം ടു മല്ലു ഹണ്ടർ. നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കരിമീനുള്ള സ്പോട്ടിലേക്ക് ഒന്ന് കരിമീനെ തെറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ കിട്ടുന്ന മീനെ എപ്പോഴും ഒന്നേ വഴിയിലിടാതെ അന്നേരം ഞാൻ നമ്മുടെ മീനെ ഇടുന്ന ചെറിയ കൊട്ട ഇങ്ങെടുത്ത് ഒരു കൈ കൊട്ടയും പിടിച്ച് ട്രിഗറെല്ലാം ഞെക്കി, ട്രിഗറെന്ന് പോട്ടെ നമ്മുടെ റിലീസ് ബട്ടണെല്ലാം ഞെക്കി ഓണാക്കി വെച്ചിരിക്കുകയാണ്. മീനെ കണ്ടു, കൊട്ട നിലത്ത് വെച്ച് അടിക്കുവാണ്. ആദ്യത്തെ ഷൂട്ട് തന്നെ മിസ്സാകാതെ കിട്ടിയപ്പോൾ തന്നെ മനസ്സിന് വലിയൊരു സമാധാനം. ആദ്യത്തെ 1-2 ഷൂട്ട് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ശോകമായിരിക്കും ചിലപ്പോൾ. ഇത് യോഗത്തിന് കിട്ടിയ കാരണം അപ്പോൾ മനസ്സിനൊരു സന്തോഷമായി. ആദ്യത്തെ മീനായി, ആദ്യത്തെ കരിമീനെ ഊരിയിട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ കൊട്ട എടുത്തുകൊണ്ട് തന്നെ നടക്കാനുള്ളൊരു പ്ലാനിൽ തന്നെയാണ്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ മീനെ കിട്ടി വഴിയിടും. പിന്നെ തിരിച്ചു വരുമ്പോൾ മീനിൻ്റെ ദേഹത്ത് മൊത്തം ഉറുമ്പായിരിക്കും ഇതുവഴി വരുമ്പോൾ. അത് കാരണം ഞാൻ പിന്നെ ഈ കൊട്ട എടുത്തുകൊണ്ടങ്ങ് നടക്കാമെന്ന് വെച്ചാൽ. ഇതൊരൊറ്റ ദിവസത്തെ ഷൂട്ടാട്ടോ ഫുള്ള്. ഞാൻ വേറെ ഒരു ദിവസത്തെ കട്ട് ചെയ്ത് കയറ്റുന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഇങ്ങനെ ഈ കൊട്ടയായിട്ട് നടക്കുമ്പോൾ തന്നെ അടുത്ത മീനെ കണ്ടിട്ട് ഞാൻ നിലത്ത് വെച്ച് അടിക്കുന്നുണ്ട്. ഇത് പക്കാ ക്ലിയർ അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. മീനെല്ലാം തന്നെ അടിയിലായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഈ കുറച്ചുകൂടെ വെയിലാകാതെ ഒരു കരിമീനൊന്നും ടോപ്പിൽ ഒന്നും നമുക്ക് കിട്ടിയില്ല. എല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും കേട്ടോ. പിന്നെ സ്പെഷ്യൽ ഡാർട്ടുള്ള കാരണം അടിച്ചെടുക്കാനൊരു സുഖം. കുറച്ച് കിടന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു കരിമീൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ കൊട്ട കയ്യിലുള്ളവരെ അടിക്കാൻ പറ്റാതെ പോയി. അതാണ് ലാസ്റ്റ് ഞാൻ കൊട്ട വെച്ചിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഒരു കരിമീനെ കാണും, ഞാൻ അടിക്കുവേ. കൊട്ട വെച്ചിട്ട് നടന്നു വന്ന കാരണം മീനെ നിലത്തിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് നടക്കേണ്ടി വന്നു കേട്ടോ. അപ്പം നടന്നു വന്നപ്പോഴത്തേക്കും ഇപ്പം ഒരു 10 മീറ്റർ ഫ്രണ്ടിലായിട്ട് അടുത്ത മീനെ കാണാവേ. ഈ കരിമീൻ്റെ 4 ഷൂട്ടുള്ളൂ നമ്മുടെ കേട്ടോ. ഇനിയുള്ള രോഹുവിൻ്റെ ഷൂട്ടാണ് വരുന്നത്. ഞാൻ ശരിക്കും ഇന്ന് ഇറങ്ങിയത് കരിമീൻ പിടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തൂക്കുതെറ്റാൽ വെച്ചൊരു വീഡിയോ ചെയ്യണം, കുറേ ആയി എടുത്തിട്ട്. കാരണം അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ എൻ്റെ തോളെ കണ്ട തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അത് വെച്ച് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ദിലീപേട്ടൻ നമ്മളോട് ഒരു പാലത്തെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ വരാൻ കുറച്ച് ലേറ്റാവും. ഞാനത് കാരണം ചുമ്മാ ഒരു സ്ഥലത്ത് ഒന്ന് പോയി നോക്കിയതാണ്. നമ്മളിതുവരെ കണ്ടിട്ടായിട്ടോ ഒന്നുമില്ല. അപ്പോൾ പോയി നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കാണുന്ന പുല്ലൻ്റെ അനക്കം പോലെ ചെറുതായിട്ട് തൂന്നിട്ട് ഞാൻ അടിക്കുന്ന കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി, ക്യാമറ കുറച്ച് താന്നു പോയി, അതാ പറ്റിയത്. എന്നാലും ഞാൻ സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര ദൂരത്തായിരുന്നു ഇത് നിന്നെന്ന് മനസ്സിലാകും കേട്ടോ. പായലിൻ്റെ അനക്കം കണ്ട് കാണുന്ന ഞാൻ പുല്ലനാന്ന് ഓർത്തെ, നമ്മുടെ യോഗത്തിന് കിട്ടുന്നതാണ്. ഒറ്റക്കായ കാരണം ഞാൻ ഒരു സീനും കട്ടാക്കുന്നില്ല, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. എന്തിനിട്ട് അടി കൊണ്ടിട്ടുണ്ട്. ഓ, എന്തോ ഇച്ചിരി സൈസുള്ള സാധനമാണ്. ഓ, ഇച്ചിരി സൈസാട്ടോ. ക്യാമറ ഓണാണ്.
ഓക്കെ ആണ്. ഒരാളും കൂടെ ഉണ്ടായിരുന്ന എളുപ്പമായിരുന്നു. ഓക്കെ, സത്യം പറഞ്ഞാൽ സ്ലിംഗ് ഷോട്ടിൻ്റെ ഹാൻഡിലും കൂടെ ഉണ്ടായിരുന്ന ഒരടിയും കൂടെ കൊടുത്ത് കയറ്റായിരുന്നു. സ്ലിംഗ് ഷോട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഗാർഡും ഗ്ലൗവും റീലും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. റെഡ് ആർട്ട് വരെ ഉണ്ട് ലോക്ക. പക്ഷേ ഹാൻഡിൽ മാത്രം വണ്ടിയല്ല. അത് ഹാൻഡിലൊരു 100 മീറ്റർ അപ്പുറം വണ്ടിയല്ല. ഞാനിനി ഓടിപ്പോയി വണ്ടി എടുത്തുകൊണ്ട് വരാനുള്ള സമയം ഇനി കാണിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒറ്റയ്ക്കാ, റിസ്ക് എടുക്കണ്ട. മീനെ ഞാൻ ശരിക്കും ഈ മീനിൻ്റെ സൈസ് എത്ര ഉണ്ടെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. മീനെ കണ്ടിട്ടില്ല നമ്മൾ കേട്ടോ. ചെറുതായിട്ടൊന്ന് വാലൊന്ന് ഇപ്പം ചെല്ലുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണും. പക്ഷേ സ്ലിംഗ് ഷോട്ട് വെച്ച് ഞാൻ കുറേ അടി അടിച്ച് കഴിഞ്ഞ് ഈ സാധനം കയറുന്നത്. പക്ഷേ മീനിൻ്റെ ദേഹത്തിൻ്റെ കൊണ്ടിട്ട് കയറുന്നില്ല കേട്ടോ. എത്ര ഷൂട്ടാണ് നിങ്ങൾ തന്നെ നോക്കി. ഞാൻ ഒരു ഷൂട്ട് പോലും കട്ടാക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് ഞാൻ ശരിക്കും കാണിക്കുന്നത് കേട്ടോ. നോക്കണം, ഞാൻ ഈ നൂല് എടുത്ത് കടിച്ച് ഇച്ചിരി ടൈറ്റാക്കി മീനെ കാണത്തില്ല കേട്ടോ. കടിച്ച് വായിക്കത്ത് വെച്ചിട്ട് തടിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്കിട്ട് വലിയൊരു പണി കിട്ടിയാനെ ഈ ബ്രൈഡും പല്ലിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഈ അടിച്ച് കഴിഞ്ഞപ്പോൾ മീനൊന്ന് വെട്ടുന്നുണ്ട്. ടൈറ്റായിപ്പോയി. പല്ല് പറഞ്ഞു പോകാത്തോ കീറാത്തോ എൻ്റെ യോഗം കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്രൈഡ് വെളിയിലേക്ക് വിട്ടങ്ങ് പോകുന്നു. ഇറങ്ങിപ്പോയായിരുന്ന ഇതിൽ കീറുമല്ലോ ചെയ്യാൻ. അവൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരാളും കൂടെ ഉണ്ട്. പട്ടയെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു സാധനത്തിന്. ചേട്ടാ പോയി, ചേട്ടാ ഒന്ന് ഒന്നുമില്ല, ഒരു മീനായിരുന്നു. അത്രയും ദൂരമില്ല ചേട്ടൻ പറഞ്ഞേ, അത്രയും ദൂരമില്ല വരണേ. ഞാൻ നോക്കട്ടെ എടുക്കാൻ പറ്റുമോ. ഒരു ബൈക്കുകാരൻ ചേട്ടൻ അങ്ങ് പോകുന്നുണ്ട്. ആൾ ബൈക്കുകാരൻ നിർത്തിയിട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് പോയി കേട്ടോ. വരാൻ മനസ്സില്ല, അതാണ്. പക്ഷേ പുറകെ നമ്മളെ തങ്കച്ചൻ ചേട്ടനെ വിളിച്ചത്. 2 കണ്ടത്തിൻ്റെ അപ്പുറം ആയാറാ ഞാൻ വരണ്ട, ചേട്ടൻ അത്ര ദൂരമില്ലെന്ന് പറഞ്ഞു. പക്ഷേ തങ്കച്ചൻ ചേട്ടൻ തന്നെയാണ് നമ്മുടെ അടുത്ത് ലാസ്റ്റ് വരുന്നത് കേട്ടോ. നോക്കിക്കോണേ. ഓക്കെ,
കിട്ടി വേണ്ട. അയ്യോ അത് കയറിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, മീനെ നേരെ ഇവ കാണത്തില്ലായിട്ടാണോ അതിൻ്റെ അകത്ത് കയറുന്നില്ലായിട്ടാണോ എനിക്ക് സംശയം. മുഴുത്ത അത്യാവശ്യം ഇപ്പം കറക്റ്റാണ് കാര്യമാണ് നിൽക്കുന്നത്. കറക്റ്റ് മലഞ്ഞടിച്ച് നിൽക്കുവാണ്. ഇത് പൊട്ടിച്ചോണ്ട് പോയാലും നമുക്ക് ഈ അടിക്ക് കയറ്റാം. ഇപ്പോഴെ തല കണ്ടോ അവൻ്റെ. സംഭവം ഇവിടെ നിൽപ്പുണ്ട്. ഇവൻ്റെ ദേഹത്ത് കൊള്ളും. ഓ ഇത് കണ്ടോ ചേതുമ്പോലെ അമ്മാതിരി കട്ടി കേട്ടോ. സൈസ് ഉണ്ട് ഇച്ചിരി. ആ ചേട്ടനോട് കിട്ടിയെന്ന് പറഞ്ഞ് വിടുകയും ചെയ്തല്ലായിരുന്നു. ആ ചേട്ടനെ വിളിച്ചാൽ മതിയായിരുന്നു. അവിടെ ഇപ്പോൾ തല കറക്റ്റ് കാണാം. എൻ്റെ പൊന്നെ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന. അത് കയറി. എൻ്റെ പൊന്നെ ഇതാണ് സാധനം. ഇവന് ഇതെനിക്ക് തോന്നുന്നൊരു 3-4 കിലോയിലും വരും തോന്നുന്നു കണ്ടിട്ട്. ഹാൻഡിൽ മാറ്റി വെക്കാവേ. അയ്യോ ഉണ്ട്. അത് എൻ്റെ കറക്റ്റ് വാങ്ങൂട്ടിയായിരുന്നു. ഇപ്പറ വന്നു. ചേട്ടൻ പോയേട്ടോ. കിട്ടി. ഉണ്ടോ ഹെവി സാധനം. ഹെവി പാട്ട. എൻ്റെ പൊന്നെ അയ്യോ എൻ്റെ തന്നെ. ഇവനെ എങ്ങനെ അടിച്ച് കയറുന്നു പറ. ഇവൻ്റെ ചെതുമ്പൽ പോയി കേട്ടോ. എത്ര അടി അടിച്ചിട്ട്. അയ്യോ ഞാൻ എപ്പോൾ ഫിഷിങ്ങിന് പോയാലും ശരി എൻ്റെ കയ്യിൽ എപ്പോഴും 2 മെഷീൻ കാണും കേട്ടോ. സ്ലിംഗ് ഷോട്ട് തന്നെയാണ് ശരി, 2 മെഷീൻ. നമ്മളിപ്പോൾ എന്തൊരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും വലിയ മീനെ അടിച്ചിട്ടാണെങ്കിലും കിട്ടിയിട്ട് നമുക്ക് കയറ്റാൻ പറ്റാതെ അല്ലെങ്കിൽ അയ്യോ ഊരിപ്പോയല്ലോ എന്ന് ഓർക്കല്ല. കാരണം എപ്പോഴും എൻ്റെ 2 മെഷീൻ ബേസ് മോഡലിൻ്റെ ആണെങ്കിൽ ശരി 1 മെഷീൻ എൻ്റെ സ്പെയർ എപ്പോഴും കാണും. അത് കാരണം ഇതിപ്പം നമുക്ക് തന്നെ കയറ്റാം. ഇപ്പം ഗണ്ണിൻ്റെ കയറിയായിരുന്നു, പക്ഷേ നമുക്ക് എന്നാലും ഒരു സപ്പോർട്ടടി നമ്മുടെ ഈ മെഷീൻ ഉള്ള കാരണം അടിക്കാൻ പറ്റി. ഇപ്പം ഇറങ്ങും. ആ എന്നാൽ ശരി. എന്നാൽ ഇതന്നെ കേട്ടോ സാധനം. രോഹു ആണത്. ഓ എൻ്റെ പൊന്നെ എത്ര നേരമാണ്. ഞാനൊരു ചേട്ടനെ വിളിച്ചു. ഞാൻ ചേട്ടനെ കണ്ടില്ല. ഞാനത്തെ ചേട്ടൻ എത്ര ദൂരം ഓടി വരണ്ടേ. ഇതെന്നെ സാധനം. രോഹു ആണോ? ഇതുകൊണ്ട് ഇതിൻ്റെ ദേഹത്ത് ഇത് കയറണ്ട്. ഇവിടെയെല്ലാം അടിച്ചതാണ് ഞാൻ. എൻ്റെ ദൈവം. അത് അമ്പ് വെച്ച് പിടിച്ചു നമ്മൾ. ഇത് ഈ ഇല വന്ന് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുമായിരുന്നു. ഞാൻ പുല്ലനാന്ന് ഓർത്ത. ചെറിയ അനക്കമായിരുന്നു. ആ ഇത് തന്നെ വേണം ചേട്ടാ. 4 കിലോ വേണമല്ലേ? അല്ലേ? ആണോ? പിന്നെ 2 മെഷീൻ ഒരു വലിയ മീനെ കയറ്റാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ഉള്ള മീൻ നമ്മുടെ നല്ലൊരു അമ്പുമായിട്ടൊരു കമ്പ് ക്രോസ് ചെയ്ത് ചുറ്റി കിടന്നു കഴിഞ്ഞാൽ ആരുടെ സഹായമില്ലാതെ നമുക്ക് 2 അമ്പുകൊണ്ട് അടിച്ചെടുക്കാം. പിന്നെ അതുമല്ല ഈ വെയിറ്റ് തൂക്കുന്നത് മാത്രം നമ്മുടെ നിന്ന് പോയി കേട്ടോ. 5,650 ഉണ്ടായിരുന്നു മീൻ. ചേട്ടനും കണ്ടതാണ്. പിന്നെ ഇത്രയും വലിയ മീനാണ്. നമുക്ക് കള്ളത്തരം പറയുന്നതല്ലെന്ന് നിങ്ങൾക്ക് പറയാം. 5,650 നമ്മൾ തൂക്കിയതാണ് കേട്ടോ സാധനം. പക്ഷേ ആ വീഡിയോ മാത്രം നമ്മുടെ നിന്ന് എങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ തന്നെ ഇനി മെമ്മറി ഫുള്ളായപ്പോൾ കുറേ കളഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയാണ് കളഞ്ഞത്. പക്ഷേ അത്
ആ വീഡിയോ കാണുന്നില്ല, നമ്മുടെ നിന്ന് മിസ്സായിപ്പോയി ആ സാധനം. ഞാനേ വളർത്തെ വന്നിട്ട് അവനെ ഈ മറ്റേ ആ അതിൽ കൂടി കിടക്കും. ആണോ? ഞാൻ എൻ്റെ നമ്പർ ഇവിടെ പിൻ ചെയ്യുന്നുണ്ട്. ഗണ്ണിൻ്റെ ഡീറ്റെയിൽസിനോ ഫിഷിങ്ങിൻ്റെ സ്ലിംഗ് ഷോട്ട് ഐറ്റംസിനോ എന്തിനു വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഈ ടൈപ്പ് ഫിഷിങ് മാത്രമേ ഉള്ളൂ. അവൻ്റെ ചെതുമ്പലിൻ്റെ വട്ടം അത് ഉണ്ടോ? ഇത് ത്രെഡ് അഴിച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല. ഈ ഒരൊറ്റ ലോക്കലും കിടന്നു. ഇതാണ് ഇത്രയും വലിയ മീൻ്റെയൊക്കെ തലക്കെട്ട അടിക്കാവുള്ള എന്നതാണ് പറഞ്ഞത്. ഈ ചെതുമ്പലിൻ്റെ വല്ലതാണ് ഈ സാധനം കീറുമോ? യോഗത്തിന് തല കൂട്ടി കിട്ടിയ കാരണം നമ്മുടെ സമയം കേട്ടോ. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല പറയാൻ. ഹായ് ഫ്രണ്ട്സ്, ഇതുണ്ടോ നമുക്ക് കിട്ടിയതാ കേട്ടോ. ഈ വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് തന്ന് തങ്കച്ചൻ ചേട്ടനാണ് കേട്ടോ. തങ്കച്ചൻ ചേട്ടന് വലിയൊരു നന്ദിയുണ്ട്. എന്തായാലും നമുക്ക് അത്രയും ദൂരത്ത് നിന്ന് ഓടി വന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ക്യാമറ ഇച്ചിരി താന്നു പോയതൊരു ആ വീഡിയോയുടെ ആ ഭംഗി കുറച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.